ഭയങ്കര ഭീരുവാണെന്നൊക്കെ എപ്പോഴും ലു പറയുമായിരുന്നു. ഗേൾസിനോട് ഒന്നും തന്നെ അവന് മിണ്ടുവാൻ സാധിക്കുകയില്ലെന്നും പറയും. അങ്ങനെയൊക്കെ ഇരുന്ന സമയത്ത് ലു ഒരു ഗ്രൂപ്പിലൊക്കെ ചേർന്നപ്പോഴത്തേക്കും ആകട്ടെ ആ ഒരു ഗ്രൂപ്പിലെ ഒരു പെൺകുട്ടിയുടെ അടുത്ത് ലു സംസാരിക്കുന്ന രീതിയിലൊക്കെ സംസാരിച്ചു. അപ്പോൾ അവൾ അത് അക്സെപ്റ്റും ചെയ്തു. പിന്നീട് കുറെ ഗേൾസിന്റെ അടുത്തൊക്കെ അങ്ങനെ സംസാരിച്ചതിന് ശേഷവും താൻ ചെയ്യുന്നത് ശരിയല്ല എന്നൊരു തോന്നലൊക്കെ യുവോയുടെ ഉള്ളിലും എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഏറ്റവും ഒടുവിലായിട്ട് തന്റെ ശരിക്കുമുള്ള ആ ഒരു രൂപമൊക്കെ കാണിക്കുവാനായിട്ടും ഹാനിന്റെ അടുത്തേക്ക് അവൻ വന്നിട്ടുണ്ടായിരുന്നത്. യോയ്ക്ക് മാപ്പൊക്കെ നൽകുന്നുണ്ടെങ്കിലും ഇനിയും ഈ ഒരു ആൾക്കാരുടെയൊക്കെ മുഖത്ത് നോക്കുവാനായിട്ട് തനിക്ക് സാധിക്കുകയില്ലെന്നും പറഞ്ഞ് അവനും ആ ഒരു റെസ്ക്യൂ ടീമിൽ നിന്നും എല്ലാം തന്നെ ഉപേക്ഷിച്ച് പോകുകയാണ്. ലും അവന് മാപ്പ് നൽകി അവനെ ഒരു സഹോദരനായിട്ടാണ് കാണുന്നതെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വീണ്ടും ടീമിലേക്ക് മടങ്ങി വരുവാനായിട്ട് അവൻ തയ്യാറായിരുന്നില്ല. ലൂവിനെ റോൾ മോഡൽ ആക്കിയത് കൊണ്ടാണ് യോയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ എല്ലാത്തിനും കുറ്റക്കാരനായിട്ടുള്ളതും ലൂ തന്നെയാണെന്നൊക്കെയാണ് ഹാൻ പറയുന്നത്. ലൂവും ഇപ്പോൾ തെറ്റിദ്ധാരണ എല്ലാം തന്നെ മാറ്റിയെടുത്തിട്ടുണ്ടെങ്കിലും അവനെ ഒരു ഫ്രണ്ട് എന്ന രീതിയിൽ മാത്രമേ ഇനിയും കാണുകയുള്ളൂ എന്ന് കൂടി ഹാൻ പറയുന്നു. അതുകൊണ്ട് തന്നെ ലൂവും ആകെ നിരാശനായിരുന്നു. ഗയോനെ മീറ്റ് ചെയ്യണമെന്നൊക്കെ ഷിയാൻ പറയുമ്പോഴത്തേക്കും ഗയോ ഈ സമ്മതിച്ചു കൊടുക്കുകയാണ്. പക്ഷെ അന്നാകട്ടെ ഗയോ ഒട്ടും തന്നെ ഫ്രീ അല്ലെന്നൊക്കെ അസിസ്റ്റന്റ് പറയുന്നുണ്ടെങ്കിലും ഷിയാന്റെ ഒരുപാട് കുറ്റങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ ഗയോ കേൾക്കാൻ പോലും കൂട്ടാക്കുന്നില്ല. മാത്രമല്ല ഷിയാനെ കുറിച്ച് ഇനി ഒരിക്കലും ഇതുപോലെ കുറ്റമൊന്നും പറയരുതെന്നും കൂടി ഗയോ അസിസ്റ്റന്റിന്റെ അടുത്ത് പറയുകയാണ്. ഹാനും ലൂനെ റിജക്ട് ചെയ്തു എന്ന കാര്യമൊക്കെ സോങ്ങിനെ അറിയിക്കുമ്പോഴത്തേക്കും ഏത് തീരുമാനം ഹാൻ എടുക്കുകയാണെങ്കിലും ഹാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എപ്പോഴും സോങ് ഉണ്ടായിരിക്കുമെന്ന് കൂടി അവൾ പറയുന്നു. ഹാൻ ഒരു ഡെലിവറിക്കായിട്ട് വെളിയിലേക്കൊക്കെ പോയതായിരുന്നു. അവിടെ വെച്ച് ഗയോനെയും അവൾ കാണുകയാണ്. ഗയോയും തനിക്ക് ഒരാളെ ഇഷ്ടമാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നീ അവനെ കൂടുതലായിട്ടൊക്കെ നിരീക്ഷിക്കണം, അവന്റെ സ്വഭാവം നന്നായി മനസ്സിലാക്കണം, എന്നിട്ടും അവനും നിന്നോട് സ്നേഹം ഉണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ നീയും അവനെ പ്രപ്പോസ് ചെയ്യണമെന്നൊക്കെയാണ് ഹാനും അറിയിക്കുന്നത്. സോങ്ങിന്റെ അമ്മയും സോങ്ങിന്റെ അച്ഛനെയും കൂട്ടിക്കൊണ്ട് ഇപ്പോൾ സോങ്ങിന്റെ വീട്ടിലൊക്കെ പോകാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടാങ്ങിനോടും കൂടി അവിടേക്ക് എത്തണമെന്നൊക്കെ ആവശ്യപ്പെടുന്നു. സോവും വീടൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കുമാണ് സോങ്ങിന്റെ അച്ഛനും അമ്മയും കൂടി വീടിനുള്ളിലേക്കൊക്കെ കടന്നു വരുന്നത്. അവരും സൂവിനെ കണ്ട് കഴിയുമ്പോഴത്തേക്കും അവൻ വീട്ടിലെ ജോലിക്കാരനാണെന്നൊക്കെ തെറ്റിദ്ധരിക്കുന്നു. അവനായിട്ടും അതൊന്നും തിരുത്തുവാനായിട്ട് പോയില്ല. അമ്മയ്ക്ക് ബാത്റൂമിലേക്ക് കയറണമെന്ന് പറയുമ്പോഴത്തേക്കും ഓടി ബാത്റൂമിൽ കയറുന്ന സു ആകട്ടെ അവിടെ ഉണ്ടായിരുന്ന അവന്റെ സാധനങ്ങളെല്ലാം തന്നെ മാറ്റിവെക്കുന്നു. ഞങ്ങൾ നിന്റെ വീട്ടിലെത്തി കഴിഞ്ഞിരിക്കുന്നു, നിന്റെ വീട്ടിലാകട്ടെ ഹാൻസം ആയിട്ടുള്ള ഒരു ജോലിക്കാരനൊക്കെ ഉണ്ടല്ലോ എന്ന് അമ്മ സോങ്ങിന് മെസ്സേജ് അയച്ച് കഴിയുമ്പോഴത്തേക്കുമാണ് വീട്ടിലുണ്ടായിരുന്ന സൂവിനെ അമ്മ കണ്ടു എന്ന കാര്യമൊക്കെ സോങ് മനസ്സിലാക്കുന്നത്. ഇനി ടാങ്ങും വീട്ടിലേക്ക് എത്തുകയാണ്. ടാങ്ങും സൂവും കൂടി ചേർന്നിട്ട് ചെറിയൊരു രീതിയിൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് വഴക്കമുണ്ടാക്കുന്നു. സോങ്ങും ബ്ലൈൻഡ് ഡേറ്റിനൊക്കെ പോയപ്പോൾ കണ്ട ഒരു പയ്യനുണ്ടായിരുന്നല്ലോ, അവനേക്കാളും കുറച്ചുകൂടി ഹോട്ട് ആയിട്ടുള്ളത് ടാങ് ആണെന്നൊക്കെ സോ ആണ് ബ്ലൈൻഡ് ഡേറ്റിന് വന്ന ആ ഒരാളെന്ന് മനസ്സിലാക്കാതെ അമ്മയും പറയുന്നുണ്ട്. ബ്ലൈൻഡ് ഡേറ്റിന് വന്ന ആ ഒരാളെ കുറിച്ച് അമ്മയും അച്ഛനും കൂടി കുറ്റമൊക്കെ പറയുമ്പോഴത്തേക്കും ടാങ്ങും അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു. അതൊക്കെ കേട്ടിട്ട് ഇഷ്ടമാകാത്ത സൂവും ടാങ്ങിന് കൊടുക്കുന്ന ടീയില് കുറച്ചൊക്കെ ഉപ്പ് ചേർത്താണ് കൊടുക്കുന്നത്. ടാങ്ങും തിരിച്ച് സൂവിനിട്ട് പണി കൊടുക്കാനായിട്ട് അവിടെ ഉണ്ടായിരുന്ന ഓരോ മുക്കും മൂലയും ഒക്കെ ക്ലീൻ ചെയ്യുവാനായിട്ടും സൂവിന്റെ അടുത്ത് ആവശ്യപ്പെടുന്നു. സോഫയിൽ കിടന്ന് സൂവിന്റെ വാച്ചൊക്കെ അമ്മയ്ക്ക് കിട്ടുകയാണ്. സൂവും അത് തന്റെ വാച്ചാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അച്ഛനാകട്ടെ ഈ ഒരു വാച്ചിന് ഒരു കാറിന്റെ അത്രയും വിലയൊക്കെ വരുന്നതാണെന്ന് അമ്മയോടും പറയുന്നു. പക്ഷേ ഒരു ജോലിക്കാരന്റെ കയ്യിൽ ഈ ഒരു വാച്ചൊക്കെ എങ്ങനെ വന്നു എന്നൊക്കെ അവർ സംശയിക്കുമ്പോഴത്തേക്കും ഇത് ഡ്യൂപ്ലിക്കേറ്റ് വാച്ചാണെന്നൊക്കെ പറഞ്ഞ് സോവും തർക്കിക്കുന്നു. അപ്പോഴേക്കും സോങ്ങും വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവളും ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറഞ്ഞ് അവരെ വിശ്വസിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും അവരുടെ കയ്യിൽ നിന്നും ആ ഒരു വാച്ചൊക്കെ താഴേക്ക് വീഴുകയാണ്. പിന്നീട് സൂവും അത് എടുക്കാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും നീ ഇത്രയ്ക്ക് ഹാൻസമും എങ്ങുമല്ലേ, അങ്ങനെ ഇരിക്കെ നീ എന്തിനാണ് ഇതുപോലത്തെ ഡ്യൂപ്ലിക്കേറ്റ് വാച്ചൊക്കെ ധരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അമ്മയും അതൊക്കെ ചവിട്ടിക്കളയുന്നു. എങ്കിൽ പോലും അമ്മ മാറി കടിയുമ്പോഴത്തേക്കും അവനും ആ ഒരു വാച്ചൊക്കെ എടുത്തു വെക്കുന്നു. അമ്മയും സോങ്ങിനെയും ടാങ്ങിനെയും കൂടി വിവാഹം കഴിക്കുന്ന രീതിയിലേക്കൊക്കെ ചർച്ചകൾ കൊണ്ടുപോകുമ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്ന പൂക്കളൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരുന്ന സൂവിന്റെ കയ്യിലിരുന്ന ഒരു പൂവിന്റെ തണ്ടൊക്കെ അവൻ തന്നെ ഒടിച്ചു കളയുകയാണ്. ടാങ്ങിനെ മാറ്റി നിർത്തിയതിനു ശേഷം സോങ്ങും ഞാനും സൂവുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒന്നും അമ്മയും അച്ഛനും ഇതുവരെ അറിയാത്ത സ്ഥിതിക്ക് നീയായിട്ട് അതൊന്നും തന്നെ പറയരുതെന്നൊക്കെ ടാങ്ങിനോടും പറയുന്നു. ടാങ്ങും അതെല്ലാം തന്നെ കേൾക്കുന്നു. വീണ്ടും അമ്മ വിവാഹത്തെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കും സൂവും ഒരു ബുക്കൊക്കെ എടുത്ത് സോങ്ങിനെ കാണിച്ചു കൊടുക്കുകയാണ്. അതിലാകട്ടെ സത്യമെന്നായിരുന്നു ടൈറ്റിലൊക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അമ്മയുടെ അടുത്ത് സത്യമൊക്കെ തുറന്നു പറയുവാനായിട്ടായിരുന്നു അവനും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവളും അതൊന്നും തന്നെ തുറന്നു പറയുവാനായിട്ട് തയ്യാറാകുന്നില്ല.
പിന്നീട് അവരെല്ലാവരും കൂടി ചേർന്നിട്ട് ഹോട്ടലിൽ പോയി ഫുഡൊക്കെ കഴിക്കാമെന്ന് തീരുമാനിച്ച് കഴിയുമ്പോഴത്തേക്കുമാണ് ഒരു ഡെലിവറി ബോയ് ഫുഡൊക്കെ ആയിട്ട് അവരുടെ വീട്ടിലേക്ക് വരുന്നത്. സു ആയിരുന്നു ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല അയാളും സുവിനോടും സോങ്ങിനോടും സംസാരിക്കുകയും സുവിന്റെ അമ്മായപ്പനും അമ്മായിയമ്മയുമാണോ ഇത് എന്നൊക്കെ ചോദിക്കുകയും ചെയ്യുകയാണ്. എന്തായാലും അവർക്കൊരു ബെസ്റ്റ് വിഷസ് ഒക്കെ നൽകിയിട്ട് അയാൾ പോയി കഴിയുമ്പോഴത്തേക്കുമാണ് സുവും സോങ്ങും തമ്മിൽ റിലേഷൻഷിപ്പിലായിരുന്നു എന്ന കാര്യമൊക്കെ അച്ഛനും അമ്മയും മനസ്സിലാക്കുന്നത്. അങ്ങനെ തന്റെ അടുത്ത് നിന്നും എല്ലാ സത്യങ്ങളും അവൾ മറച്ചു വെച്ചു എന്നൊക്കെ വിചാരിക്കുന്ന അമ്മയും പെട്ടെന്ന് തന്നെ പിണങ്ങിയൊക്കെ പോകുന്നു. ടാങ് ആകട്ടെ സത്യങ്ങളൊക്കെ തുറന്ന് പറയുവാനായിട്ടുള്ള ഒരു സമയമൊന്നും അവൾക്ക് ലഭിക്കാതെ ഇരുന്നത് കൊണ്ടാണ് അവളൊന്നും പറയാതിരുന്നതെന്നൊക്കെ പറഞ്ഞ് അമ്മനെ സമാധാനിപ്പിക്കുവാനായിട്ട് നോക്കുന്നുണ്ട്. അച്ഛനും പിന്നീട് സോങ്ങിനോട് സംസാരിച്ച് അമ്മയുമായിട്ട് ഒത്തുതീർപ്പിലേക്ക് ആക്കാമെന്ന് ടാങ്ങിന്റെ അടുത്തും പറയുന്നു. ഇനി അവർ പോയി കഴിയുമ്പോഴത്തേക്കും സോ ഒരുപാട് വിഷമിച്ചൊക്കെ ആയിരുന്നു നിന്നിട്ടുണ്ടായിരുന്നതും. അവർക്ക് നിന്നെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല അവരും പിണങ്ങി പോയിട്ടുണ്ടായിരുന്നത്. നിന്നെ കൂടുതലായിട്ടൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്കും അവർക്കും നിന്നോട് ഇഷ്ടം തോന്നിക്കോളുമെന്ന് സൂവിനോട് സോങ്ങും പറയുകയാണ്. എന്തായാലും ഇന്ന് തന്നെ ഞാൻ ചെന്ന് അവരെ കണ്ട് സംസാരിച്ചോളാം എന്ന് പറഞ്ഞ് സൂവിനെയും സോങ് സമാധാനിപ്പിക്കുന്നു. ആ ഒരു സീനോട് കൂടി ഇതിന്റെ 21ാമത്തെ എപ്പിസോഡും അവസാനിക്കുന്നു. സോങ്ങും സൂവും കൂടി ചേർന്നിട്ട് അവരുടെ റിലേഷൻഷിപ്പ് ഒക്കെ മറച്ചു വെച്ചത് കൊണ്ട് തന്നെ അമ്മയ്ക്ക് ഇപ്പോഴും സോങ്ങിന്റെ അടുത്ത് ദേഷ്യമൊക്കെയാണ്. എങ്കിൽ പോലും സോങ്ങിന്റെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കാതെ അവനെക്കുറിച്ച് മോശമായിട്ട് സംസാരിക്കുവാൻ പാടില്ല എന്നൊക്കെയാണ് അച്ഛൻ പറയുന്നത്. സോങ്ങും വീട്ടിലെത്തി അമ്മയോട് സംസാരിക്കുവാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും അമ്മ സംസാരിക്കാനൊന്നും കൂട്ടാക്കുന്നില്ല. അങ്ങനെ ഇരിക്കെ സോങ്ങും സൂവിനെ വീഡിയോ കോൾ ഒക്കെ ചെയ്യുകയാണ്. സോങ് ആകട്ടെ വീട്ടിൽ അധികം നാളൊന്നും നിൽക്കാറില്ല. എങ്കിൽ പോലും 2-3 ദിവസം കൂടുമ്പോഴത്തേക്കും അമ്മ എപ്പോഴും വീടൊക്കെ വൃത്തിയാക്കി വെക്കും. പണ്ട് അവൾ എന്തൊക്കെ ടോയ്സ് ആണ് യൂസ് ചെയ്തത് ആ ഒരു ടോയ്സ് ഒക്കെ അതുപോലെ തന്നെ അമ്മ ഇപ്പോഴും സൂക്ഷിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അമ്മ ഇപ്പോഴും അവളെ ഒരു കുഞ്ഞു കുട്ടിയായിട്ടാണ് കാണുന്നതെന്നൊക്കെ സൂവും മനസ്സിലാക്കുകയാണ്. എന്റെ വർക്കിലോ റിസൈൻ ചെയ്യുന്ന സമയത്തോ റിലേഷൻഷിപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തോ ഞാൻ അതൊന്നും തന്നെ പേരൻസുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എല്ലാം സ്വന്തമായിട്ട് തീരുമാനിക്കുന്ന ഒരു വ്യക്തിയാണെന്നൊക്കെ സോങ്ങും സൂനോട് പറയുന്നു. ഹാനിന് ഷോപ്പിന്റെ ഐഡിയിൽ ഒരു മെസ്സേജ് ഒക്കെ വരികയാണ്. ഗേൾ ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് സാധിക്കുന്ന രീതിയിലുള്ള പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടോ എന്നല്ലോ ചോദിക്കുമ്പോഴത്തേക്കും ഹാനും പ്രൊഡക്ട്സിന്റെ ലിങ്ക് ഒക്കെ അയച്ചു കൊടുക്കുകയാണ്. പിന്നീട് ലൂവും ഗേൾഫ്രണ്ടിന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഫുഡ് ഐറ്റംസ് വല്ലതും ഉണ്ടോ എന്നൊക്കെ അറിയുവാനായിട്ട് അവൾക്ക് മെസ്സേജ് അയക്കുമ്പോഴത്തേക്കും അവളും ഒരു ഫുഡിനെ കുറിച്ചൊക്കെ പറയുകയാണ്. അവിടെ എപ്പോഴും തിരക്കാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ആളുകൾക്ക് ഫുഡും കിട്ടാറില്ല. നീ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുവാനായിട്ട് ഹാൻ അറിയിക്കുന്നു. സോങ്ങിന്റെ പേരൻസിനെ എങ്ങനെ ഇംപ്രസ് ചെയ്യിക്കാന്നൊക്കെ ആയിരുന്നു സൂം സെർച്ച് ചെയ്തുകൊണ്ടിരുന്നത്. ലോ വന്നിട്ട് നീ അവളുടെ പേരൻസിനെ ഒരുപാട് റെസ്പെക്ട് ചെയ്യണം, ഒരുപാട് കെയർ നൽകണം. അങ്ങനെ നീയാണ് ഏറ്റവും അനുയോജ്യനായിട്ടുള്ള വരൻ എന്നൊക്കെ അവർക്ക് തെളിയിച്ചു കൊടുക്കണമെന്നൊക്കെ സോവിനോട് പറയുന്നു. ആരാണ് ഗസ്റ്റ് എന്ന് പറയുന്നില്ലെങ്കിലും ഒരാൾ വീട്ടിലേക്കൊക്കെ വരുന്നുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും അമ്മയും അച്ഛനും കൂടി കൂടി പല സാധനങ്ങളും ഉണ്ടാക്കുകയൊക്കെയാണ്. സൂവും വീട്ടിലേക്ക് എത്തിയതിനു ശേഷം അമ്മയ്ക്കും അച്ഛനും പല ഗിഫ്റ്റുകളും നൽകുന്നു. കുറച്ച് നല്ല ഫുഡൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് അച്ഛൻ അടുക്കളയിലേക്ക് പോകുമ്പോഴത്തേക്കും സൂ കൂടി അച്ഛനെ സഹായിക്കുകയാണ്. സൂവിന് കുക്കിംഗ് അറിയാമെന്ന കാര്യം അച്ഛൻ അറിയില്ലായിരുന്നു. അവന്റെ പേരൻസ് ഒക്കെ മരിച്ചതിന് ശേഷം മച്ചുറായിട്ട് പെരുമാറണമെന്ന് എന്നോട് മുത്തശ്ശൻ എപ്പോഴും പറയുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനും കുക്കിംഗ് ഒക്കെ പഠിച്ചു എന്നാണ് സൂവും അച്ഛനെ അറിയിക്കുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ചേർന്ന് കുക്കിങ്ങും ചെയ്യുന്നു. അമ്മയ്ക്ക് ഇപ്പോഴും സോങ്ങിന്റെ തീരുമാനത്തോട് യോജിപ്പൊന്നും ഇല്ലെങ്കിൽ പോലും ഞാൻ ഏത് ജോലി ചെയ്യണമെന്നും ആരെ വിവാഹം കഴിക്കണമെന്നും ഞാനാണ് തീരുമാനിക്കുന്നതെന്നൊക്കെ അവളും അമ്മയോട് പറയുകയാണ്. സോങ് ഇതുപോലത്തെ ഒരാളെ ആയിരിക്കും സ്വീകരിക്കുക എന്നൊക്കെ അച്ഛനും അമ്മയും ഒരുപാട് ആലോചിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അവരൊരിക്കൽ പോലും സൂവിനെ പോലെ ഉള്ള ഒരു മരുമകനെ ഒന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ തന്നെക്കാളും കുറച്ചുകൂടി നന്നായിട്ട് ഇരിക്കുവാനായിട്ടാണ് അച്ഛനും അവന്റെ അടുത്ത് പറയുന്നത്. അമ്മയും ഒരു ഹെർബൽ സൂപ്പൊക്കെ സൂവിന് വേണ്ടി തയ്യാറാക്കുകയാണ്. അതിന് വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ പോലും അമ്മ നൽകിയതായത് കൊണ്ട് തന്നെ സൂവും കുടിക്കുന്നു. അച്ഛനും വലിയൊരു മദ്യത്തിന്റെ കുപ്പിയൊക്കെ എടുത്തതിന് ശേഷം സൂവിന് വലിയൊരു ഗ്ലാസ്സിലും അച്ഛന് ചെറിയൊരു ഗ്ലാസ്സിലും ഒക്കെ ഒഴിക്കുകയാണ്. എന്നിട്ട് അവർ രണ്ടുപേരും മത്സരിച്ച് കുടിക്കുന്നു. സോങ്ങും അതൊക്കെ നിർത്തുവാനായിട്ട് അമ്മയോടും അച്ഛനോടും പറയുന്നുണ്ടെങ്കിലും അവർ രണ്ടുപേരും സൂവിനെ വീണ്ടും വീണ്ടും കുടിപ്പിക്കുകയാണ്. പണ്ട് സൂന്നിനെ ബ്ലൈൻഡ് ഡേറ്റ് ചെയ്ത സമയത്ത് അന്നത്തെ ബ്രോക്കർ ഞങ്ങളെ കുറെ ചീത്തയൊക്കെ വിളിച്ചതാണ്. മാത്രല്ല ഞങ്ങൾ നിന്റെ വീട്ടിൽ വന്നപ്പോഴാകട്ടെ അവനും ഒരു ക്ലീനർ ആണെന്നൊക്കെ കള്ളം പറഞ്ഞു നിന്നില്ലേ, അതിന്റെയൊക്കെ ശിക്ഷയായിട്ടാണ് അവനെ കൊണ്ട് ഇങ്ങനെ മദ്യമൊക്കെ കുടിപ്പിക്കുന്നതെന്നാണ് അമ്മയും പറയുന്നത്. മാത്രല്ല മദ്യമൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യങ്ങളൊക്കെ തുറന്നു പറയുക തന്നെ ചെയ്യും. അങ്ങനെ സൂവിന്റെ പ്രണയമൊക്കെ സിൻസിയർ ആണോ എന്ന് നോക്കുവാനായിട്ടാണ് അമ്മയും ശ്രമിക്കുന്നത്. സോങ്ങിനെയും ഹാങ് ഓവർ സൂപ്പൊക്കെ മേടിക്കുവാനായിട്ട് പറഞ്ഞയക്കുന്നു. ഒരാള് ചെറിയ ക്ലാസ്സിലും മറ്റൊരാൾ വലിയ ക്ലാസ്സിലും ഒക്കെ ഡ്രിങ്ക്സ് കുടിക്കുന്ന അത്രയ്ക്ക് നല്ല കാര്യമൊന്നുമല്ല. ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു ഗെയിം കളിക്കാം.
സ്റ്റോൺ പേപ്പർ സിസേഴ്സ് കളിച്ചിട്ട് ആരാണോ തോൽക്കുക അയാളും കയ്യിലുള്ള മദ്യമൊക്കെ കുടിക്കട്ടെ എന്നായിരുന്നു സൂവും പറഞ്ഞത്. അങ്ങനെ സൂവും അച്ഛനും കൂടി ചേർന്ന് സ്റ്റോൺ പേപ്പർ സിസേഴ്സ് ഒക്കെ കളിച്ചതിന് ശേഷം അച്ഛൻ തോൽക്കുന്നത് കൊണ്ട് തന്നെ കുറെ മദ്യമൊക്കെ അച്ഛനും കുടിക്കേണ്ടതായിട്ട് വരുന്നു. സൂ കുറെ മദ്യമൊക്കെ കുടിച്ചത് കൊണ്ട് തന്നെ ഇപ്പോൾ സൂവിനോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. നീ സ്ഥിരമായി മദ്യപിക്കുന്ന ഒരാളാണോ എന്നൊക്കെ അമ്മ ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ അങ്ങനെ സ്ഥിരമായിട്ട് മദ്യപിക്കാറൊന്നും തന്നെയില്ല. ഇതിനു മുമ്പും സോങ് അപകടത്തിലാകുമെന്ന് തോന്നിയ ഒരു സിറ്റുവേഷനിലൊക്കെ ആയിരുന്നു താനും മദ്യപിച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെയാണ് സു പറയുന്നത്. സോങ്ങിൽ നിനക്ക് എന്താണ് ഇഷ്ടം, നീ ഇതിനു മുമ്പ് എത്ര പേരെ ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ അമ്മ ചോദിക്കുമ്പോഴത്തേക്കും സോങ്ങിന്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് ഇഷ്ടമാണ്. ഇതിനു മുമ്പ് ഞാൻ ആരെയും തന്നെ ഡേറ്റ് ചെയ്തിട്ടില്ല. ആദ്യമായിട്ട് ഡേറ്റ് ചെയ്യുന്ന എന്റെ ആദ്യത്തെ ഗേൾ ഫ്രണ്ട് തന്നെ സോങ് ആണെന്നൊക്കെ സോവും പറയുന്നു. ഇനി അവന്റെ ഹോബീസിനെ കുറിച്ച് ചോദിക്കുമ്പോഴത്തേക്കും ക്ലീനിങ് ഒക്കെ ചെയ്യുവാനും എക്സസൈസ് ചെയ്യുവാനും ഫുഡ് ഉണ്ടാക്കുവാനുമാണ് അവൻ ഏറ്റവും ഇഷ്ടമെന്നും അറിയിക്കുകയാണ്. ഇനി അവനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയുവാനായിട്ട് അവനും ഇതിനു മുമ്പ് ലഭിച്ചിട്ടുണ്ടായിരുന്ന രീതിയിലുള്ള എല്ലാ സർട്ടിഫിക്കറ്റ്സും അവരെ കൊണ്ടുവന്ന് കാണിക്കുന്നു. അവനും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ജോലിയൊക്കെയാണ് ചെയ്യുന്നതെന്ന കാര്യം അവരും മനസ്സിലാക്കിയിരിക്കുകയാണ്. സൂം അവന്റെ കാർഡൊക്കെ കാണിച്ചതിന് ശേഷം സോങ്ങിനെ നോക്കുവാനായിട്ടുള്ള ആസ്തിക തന്റെ കയ്യിൽ ഉണ്ടെന്നും കൂടി അറിയിക്കുന്നു. സൂവിനെയും സൂ കൊണ്ടുവന്ന സാധനങ്ങളും എല്ലാം തന്നെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും സൂ വർക്ക് ചെയ്യുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനിലാണെന്ന് പറഞ്ഞ് അത് മാത്രമായിരുന്നു ഒരു പ്രശ്നമൊക്കെ ആയിട്ട് അമ്മ കണ്ടിട്ടുമുണ്ടായിരുന്നത്. ഹാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന കടയിൽ ഫുഡൊക്കെ മേടിക്കുവാനായിട്ട് ലൂ എത്തിയിരിക്കുകയാണ്. പക്ഷെ ഫുഡൊക്കെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവസാനം ഫുഡ് വാങ്ങിയ ആളുടെ കയ്യിൽ നിന്നും 5 ഇരട്ടിയൊക്കെ പണം കൊടുത്തിട്ട് അവനും ആ ഒരു ഫുഡൊക്കെ മേടിക്കുകയാണ്. പക്ഷെ അതുമായിട്ട് ഹാൻഡ് എടുത്ത് ചെന്ന് കഴിയുമ്പോഴത്തേക്കുമാണ് അതിന്റെ അകത്ത് ഫുഡ് ഇല്ല എന്ന കാര്യമൊക്കെ മനസ്സിലാക്കുന്നത്. ഹാനും അവൻ തന്നെ പറ്റിക്കുവാനായിട്ട് ചെയ്ത കാര്യമാണെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അവനെയും പുറത്താക്കുകയാണ്. ഗയ ഒരു ഷൂട്ടിങ്ങിന് വേണ്ടിയൊക്കെ വന്നിരിക്കുകയാണ്. അവിടെ ഷിയാനും ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഷൂട്ടിങ്ങിന് എത്തേണ്ട മെയിൽ മോഡൽ അവിടെ എത്തിയിട്ടേ ഇല്ല. യഥാർത്ഥത്തിൽ ഷിയാൻ അയാളെ കോൾ ചെയ്തിട്ട് വരേണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുമുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ മെയിൽ മോഡൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഷൂട്ടിംഗ് നടക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് ഫ്രണ്ട് നിൽക്കുമ്പോഴത്തേക്കും ഷിയാനും ആ ഒരു മെയിൽ മോഡലിന് പകരമായിട്ട് താൻ ഷൂട്ടിങ്ങിനൊക്കെ നിൽക്കാമെന്ന് പറയുകയാണ്. അതുകൊണ്ട് തന്നെ ഗയോയും ഷിയാനും കൂടി ചേർന്നിട്ട് ഒരു ഫോട്ടോഷൂട്ട് തന്നെ നടത്തുകയാണ്. ഗയോ നടന്നു വരുമ്പോഴത്തേക്കും അവളുടെ ഹീൽസ് ഒക്കെ ഒടിഞ്ഞു പോകുന്നു. അതുകൊണ്ട് തന്നെ അവളെ എടുത്തോണ്ട് നടക്കുവാനൊക്കെ ഷിയാൻ തയ്യാറായിരുന്നെങ്കിൽ പോലും അവളും സൂവിനെ കുറിച്ചൊക്കെയാണ് അപ്പോൾ സംസാരിക്കുന്നത്. കുട്ടിയായിരിക്കുന്ന സമയം മുതലേ സൂ തന്നെ എടുത്തോണ്ട് നടന്നിട്ടുണ്ടേന്നും സൂവിനെ വെച്ച് നോക്കുമ്പോൾ നീ ഒന്നും തന്നെ അല്ല എന്നൊക്കെ ഗയോ പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അവന്റെ അടുത്ത് നിന്നും ഓടിപ്പോകുന്നു. നേരത്തെ ലൂ കൊടുത്തിട്ടുണ്ടായിരുന്ന ബോക്സ് ഒക്കെ തുറന്നു നോക്കുമ്പോഴത്തേക്കും അതിന്റെ അകത്ത് റെസിപ്റ്റ് ഇരിക്കുന്നതൊക്കെ ഹാനും കാണുന്നു. അതുകൊണ്ട് തന്നെ ലൂവും തനിക്ക് വേണ്ടി അത് മേടിച്ചിട്ടുണ്ടായിരുന്നു എന്ന കാര്യം അവൾ മനസ്സിലാക്കുകയാണ്. പിന്നീട് അവളും ലൂവിനെ കാണുവാനായിട്ട് ഓഫീസിലേക്ക് എത്തി കഴിയുമ്പോഴത്തേക്കും അവനും അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ അവൾക്ക് നേരത്തെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്ന വ്യക്തി അത് ലൂ ആയിരുന്നു എന്ന കാര്യമൊക്കെ അവിടെ ഉണ്ടായിരുന്ന ലാബൊക്കെ നോക്കി കഴിയുമ്പോഴത്തേക്കും അവൾക്ക് മനസ്സിലാക്കുകയാണ്. കുളിച്ചിട്ട് വന്ന ലൂവും നീ എന്തുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ഇവിടെ വന്നതെന്നൊക്കെ ഹാനോട് ചോദിക്കുമ്പോഴത്തേക്കും ഹാനും തുറന്നു പറയുവാനായിട്ട് തയ്യാറാകുന്നില്ല. അങ്ങനെ ഇരിക്കെ കാര്യങ്ങൾ പറയാതെ നീ പുറത്തേക്കൊന്നും പോകണ്ടെന്ന് പറഞ്ഞ് ലൂവും അവളെ തടഞ്ഞു വെക്കുമ്പോഴത്തേക്കും അവളും അവന്റെ കയ്യിലൊക്കെ കടിച്ചിട്ട് ഇറങ്ങിപ്പോകുന്നു. ഹാനും സോങ്ങിനെ വിളിച്ച് സംസാരിച്ചു കഴിയുമ്പോഴത്തേക്കും ലൂവിനെ നിന്നെ ശരിക്കും ഇഷ്ടമാണെന്നാണ് തോന്നുന്നത്. ഒരു കാര്യം ചെയ്യാം, നീ അവനെ കുറച്ചുകൂടി ഒന്ന് വാച്ചൊക്കെ ചെയ്യുവാനായിട്ട് സോങ്ങും ഹാനോട് പറയുന്നു. ആ ഒരു കോളൊക്കെ കഴിയുമ്പോഴത്തേക്കും ലൂവിന്റെ ഒരുപാട് മിസ് കോൾസ് ഒക്കെ ഹാനിന്റെ ഫോണിലും വന്നിട്ടുണ്ടായിരുന്നു. ഇനി ലൂ ആകട്ടെ സൂവിനെ കോൾ ചെയ്തിട്ട് എന്തിനായിരിക്കും ഹാൻ ഇവിടെ എത്തിയിട്ടുണ്ടാക്കുക എന്നൊക്കെ ചോദിക്കുകയാണ്. പക്ഷെ സൂവിനും കാര്യങ്ങളെ കുറിച്ച് ഒന്നും തന്നെ അറിയിക്കുകയില്ലായിരുന്നു. ആ ഒരു സീനോട് കൂടി ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.